തമിഴക വെട്രിക്കഴകം ഒരു സിനിമാ നടൻ്റെ പാർട്ടിയാണെന്നാണ് ഇപ്പോഴുള്ള ഒരു വിമർശനം. അയാൾക്ക് യാതൊരു വിലയും കൊടുക്കുന്നില്ല എന്ന് തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രി ജോസഫ് വിജയ് ഇന്ന് വളരെ വികാരാധീനനായി തമിഴ്നാട് നിയമസഭയിൽ പ്രസംഗിച്ചിരിക്കുന്നു. എനിക്ക് തോന്നുന്നത് നിയമസഭയിൽ ഒരു ഔദ്യോഗികമായിട്ട് അങ്ങനെ ഒരു പ്രസംഗം ആദ്യമായിട്ട് നടത്തുന്ന ഇന്നാണെന്ന് തോന്നുന്നു. നന്ദിപ്രമേയ ചർച്ച ആണെന്ന് തോന്നുന്നു. എന്തായാലും അദ്ദേഹം വളരെ വികാരാധീനായിരുന്നു. അദ്ദേഹം പറഞ്ഞു എന്നെ വെറും സിനിമ നടനായിട്ടാണ് ഇപ്പോഴും ഇവിടുത്തെ പലരും കാണുന്നത് എന്നാണ്. ഒരുപക്ഷെ അദ്ദേഹം പ്രധാനമായി ലക്ഷ്യപ്പെടുന്ന DMK തന്നെ ആയിരിക്കാം. എങ്കിൽ പോലും അങ്ങനെ ഒരു നിലപാട് അവിടെ പലർക്കും ഉണ്ട് എന്നുള്ളത് വിജയനെ ഏറെ വേദനിപ്പിക്കുകയാണ്. അതായത് ആദ്യമായി മത്സരിക്കുന്ന ഒരു കക്ഷി, രൂപീകരിച്ചിട്ട് അധിക കാലമാകാത്ത ഒരു രാഷ്ട്രീയ പാർട്ടി, അദ്ദേഹത്തിൻ്റെ ശരിക്കും അദ്ദേഹത്തിന് ആ പാർട്ടി ഉണ്ടായ ദിവസം തന്നെ, അല്ലെങ്കിൽ ആ പാർട്ടിയുടെ ആദ്യത്തെ പൊതുയോഗം നടന്ന ദിവസം തന്നെ വലിയൊരു ദുരന്തത്തെ അഭിമുഖീകരിച്ചു. കരൂർ ദുരന്തം. ഒരുപാട് പേര് മരിച്ചു, 40-ലധികം പേര് മരിച്ചു. അതായത് തുന്തലും തള്ളിലുമാണ് അത് ഉണ്ടായത്. അന്ന് വിജയ് പെട്ടെന്ന് അവിടെ നിന്ന് നിൽക്കാതെ അവിടെ സ്ഥലം വിട്ടുപോയി എന്നുള്ളത് വലിയ തോതിലുള്ള ആരോപണം ഉയർത്തിയിരുന്നു. അതുകൂടാതെ അദ്ദേഹം തെരഞ്ഞെടുപ്പ് റാലി ഇങ്ങനെ നടത്തുന്ന സമയത്ത് ഒരാൾ ഫ്ലവർ ബോൾ എറിഞ്ഞപ്പോൾ സൈക്കിളിൽ ഒട്ടിപ്പോയ അദ്ദേഹം ചാടി പെട്ടെന്ന് വിളിച്ചോണ്ട് ഓടുന്നുണ്ട്, തിരിച്ച് നിലവിളിച്ചുകൊണ്ട് ഓടി ഒരു വാഹനത്തിൽ കയറി രക്ഷപ്പെട്ടു എന്നുമൊക്കെയുള്ള സത്യത്തിൽ നെഗറ്റീവ്സ് ആയിരുന്നു മൊത്തം അദ്ദേഹത്തിന് എതിരെ ഉണ്ടായിരുന്നു. മുഴുവൻ അദ്ദേഹത്തിൻ്റെ നെഗറ്റീവ്സിലേക്കാണ് ചോദ്യം പിന്നെ മാധ്യമങ്ങൾ. മാത്രമല്ല ഈ രാഷ്ട്രീയത്തില്, തമിഴ്നാട് രാഷ്ട്രീയത്തിൽ സിനിമാക്കാർക്ക് വലിയൊരു സ്ഥാനമുണ്ട്. പക്ഷെ എങ്കിൽ പോലും ഇദ്ദേഹം രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് നേരെ അങ്ങ് ഇറങ്ങിയായിരുന്നു. MGR എന്ന പോലെ നേരത്തെ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തിച്ച് പിന്നെ പ്രസ്ഥാനം ഉണ്ടാക്കി അങ്ങനെയൊന്നും ആയിരുന്നില്ല. MGR ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടിയിലേക്ക് വരികയല്ലായിരുന്നു. പഴയ കക്ഷി DMK നേതാവായിരുന്നു. DMKയുടെ 1-2 തവണ അദ്ദേഹം MLA ആയിരുന്നിട്ടുണ്ട്. അദ്ദേഹത്തെ കരുണാനിധി മന്ത്രിയാക്കാത്തത് കൊണ്ടാണ് അവർ തമ്മിലുള്ള പ്രശ്നം DMK പിളർത്തിക്കൊണ്ടല്ലേ ഉണ്ടാക്കി. അന്ന് ഉണ്ടാക്കുന്ന സമയത്ത് ഒരുപാട് നേതാക്കന്മാർ അദ്ദേഹം കൂടെ കൊണ്ടുവരുന്നു. അതുകൊണ്ട് അവർക്ക് രാഷ്ട്രീയ പിൻബലം ഉണ്ടായിരുന്നു. MGR മന്ത്രിസഭയിൽ സിനിമാക്കാരും ഇല്ലായിരുന്നു. MGR അങ്ങനെയാണ് രാഷ്ട്രീയ പാരമ്പര്യത്തിലൂടെയാണ് ശരിക്കും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരുന്നത്. എന്നാൽ വിജയ് അതല്ല. വിജയ്ക്ക് ആകെ സിനിമയിൽ രാഷ്ട്രീയം നയിച്ചുള്ള പരിചയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ വേറൊരു കാര്യം, പിന്നീട് നടന്നതെല്ലാം സിനിമാ കഥ പോലെ തന്നെ വളരെ വിചിത്രമായി, അല്ലേ? അന്ന് വരെ DMKക്കൊപ്പം നിന്ന കോൺഗ്രസും CPM-ഉം എല്ലാം CPI-യും എല്ലാം വിജയുടെ കൂടെ അങ്ങ് കൂടി. DMKയുടെ ചെറു ഘടകകക്ഷികളും അതുപോലെ കോൺഗ്രസിന്റെ ഒരു വിഭാഗം, AMDMKയിൽ ഒരു വിഭാഗം, കോൺഗ്രസ് ഫുള്ളായിട്ടും എല്ലാവരും അങ്ങ് പുള്ളിയുടെ കൂടെ കൂടി. ആദ്യം വിജയ്ക്ക് ഗവൺമെന്റ് രൂപീകരിക്കാൻ പോലും സമ്മതിക്കാതിരുന്നു തമിഴ്നാട് ഗവർണർ. പക്ഷേ എന്ത് സംഭവിച്ചു? തമിഴ്നാട് ഗവർണർ എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരള ഗവർണർ പോയില്ല. അപ്പോൾ അദ്ദേഹം അതിനൊരു വേല ഇറക്കി നോക്കിയെങ്കിലും നടന്നില്ല. പക്ഷെ ഞാനതല്ല പറഞ്ഞു, ഈ സിനിമ കഥയെ വെല്ലുന്ന പോലെയാണ് വിജയുടെ സിനിമകൾക്കെല്ലാം ഒരു അതിഭാവുകത്വം ഉണ്ട്. നടക്കാത്ത കാര്യങ്ങൾ മാത്രം നടത്തുന്ന ഒരു സിനിമാ നടനാണ് വിജയ്. തമിഴ് സിനിമ പ്രേക്ഷകരെ കുറിച്ച് അങ്ങനെ പറയാം, അവർ ഈ അതിഭാവത്തെ ഇഷ്ടപ്പെടുന്നവരാണ്. എല്ലാ കാര്യങ്ങളെ ഒന്ന് വലുതായി സംസാര രീതി പോലെ തന്നെ കഥാപാത്രങ്ങൾ പലപ്പോഴും സംസാരിക്കുന്നത് തന്നെ കണ്ടിട്ടില്ലേ? ഇപ്പോൾ ശിവാജി ഗണേശനൊക്കെ സംസാരിക്കുന്നത്, അത് ഡയലോഗ് പറയുന്നത് നമ്മൾ കണ്ടിട്ടുള്ളത് കുറച്ച് ഉയർത്തി ഹൈപ്പിച്ചാണ് സംസാരിക്കാറുള്ളത്. നമ്മുടെ മുതൽവൻ സിനിമയിൽ ഒരു ദിവസത്തേക്ക് ഒരാളെ മുഖ്യമന്ത്രിയാക്കുന്നു, തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രിയാക്കുന്ന ഒരു സിനിമ. അന്ന് അയാൾ എന്തൊക്കെ ചെയ്യും എന്നുള്ളതാണ്. അതാണ് ആ ഒരു സിനിമ പോലെ തന്നെ നമ്മൾ ഈ സിനിമകളിൽ കാണുന്ന പോലെ വിജയ് ഒരു സുപ്രഭാതത്തിൽ തമിഴ്നാട്ടിൽ ഒരു പാർട്ടി കൊണ്ടുവരുന്നു, അയാൾ അതിൽ മത്സരിക്കുന്നു. വിജയ്ക്ക് കൂടി വന്ന 10 സീറ്റ് പോലും പ്രതീക്ഷിച്ചില്ല, ആരും പ്രവചിച്ചിരുന്നുമില്ല. 30-34 ഒക്കെയാണ് പ്രവചിച്ചിരുന്നത്. പക്ഷേ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി മാത്രമാണ് അത് ചാണക്യ മാത്രം. അപ്പോൾ അതിനുശേഷം എന്താ സംഭവിക്കുന്നത്? നമ്മൾ സിനിമകളിൽ കണ്ട മാത്രം സിനിമാ കഥ യാഥാർത്ഥ്യമാണ്. നമ്മൾ വെള്ളിത്തിരയിൽ കണ്ടിട്ടുള്ള ഒരു കഥ പെട്ടെന്ന് യാഥാർത്ഥ്യമാവുകയാണ്. അദ്ദേഹം നേരെ ആ ഇലക്ഷനിൽ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാകുന്നു, ഘടകകക്ഷികളെ, മറ്റു പാർട്ടികളുടെ ഘടകകക്ഷികളെ പിളർത്തുന്നു, അതിനെയും കൊണ്ടുവന്ന് അദ്ദേഹം മുഖ്യമന്ത്രിയാവുന്നു. എന്നിട്ടെന്താണ്, മുഖ്യമന്ത്രി ആയി കഴിഞ്ഞ് സിനിമയിൽ കാണുന്ന സൈസ് ഷോയാണ്. കോട്ടൊക്കെ ഇട്ട് പുള്ളി വരുന്നു. അതുപോലെ ചോറ് വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് അവിടെ വെച്ച് കഴിക്കുന്നു. പിന്നെ അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം നമ്മുടെ ബന്ധു നിയമനം എന്ന് പറഞ്ഞ ഒരു ജോത്സ്യന്റെ നിയമനം. അത് പിന്നീട് പിൻവലിച്ചു. അതാരാണ് നിയമിച്ചതെന്ന് അദ്ദേഹത്തിന് പോലും അറിയില്ല, ജോത്സ്യനും അറിയില്ല എന്നൊക്കെയാണ് പിന്നീട് പറഞ്ഞത്. എന്താണെങ്കിലും നമ്മുടെ ഈ കേരളത്തിൽ അതേസമയം ഒരു ബന്ധു നിയമനം നടന്നു, അതുപോലെ തന്നെ ഒരു പ്രോസിക്യൂട്ടറുടെ നിയമനം നടന്നു. അങ്ങനെ കുറേ വിവാദങ്ങൾ വന്നു. വിജയെ സംബന്ധിച്ചിടത്തോളം അത് OSDയുടെ നിയമനം മാത്രമായിട്ടാണ് വന്നത്. അപ്പോഴും വിജയ് സിനിമയിൽ നിന്ന് ഇപ്പം നമുക്കറിയാം, സുരേഷ് ഗോപി ഇപ്പോഴും മന്ത്രിയാണ്, കേന്ദ്രമന്ത്രിയാണ്, അതുപോലെ തന്നെ പക്ഷേ എന്താണ് പ്രശ്നം? അദ്ദേഹത്തിൻ്റെ ചലനങ്ങളിലും പ്രവർത്തികളിലും എല്ലാം ഒരു സിനിമ
കഥാപാത്രമാണ് അദ്ദേഹം ഇപ്പോഴും. ഇതുവരെ അദ്ദേഹത്തിന് മോചനമില്ല. ഒരു കഥാപാത്രവും അദ്ദേഹത്തെ വിട്ടുപോയില്ല. ആ കഥാപാത്രങ്ങളെല്ലാം ഓരോ നിമിഷങ്ങളിൽ അല്ലെ ഓരോ സ്ഥലങ്ങളിൽ ആ ഒരു പുതിയ രീതിയിൽ അവതരിക്കുന്നു. അതാണ് അദ്ദേഹത്തിന്റെ പ്രശ്നം. പക്ഷെ വിജയ് ഒരു മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ നല്ല തുടക്കം കുറിച്ചു എന്ന് തന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത്. അതൊക്കെ ശരിയാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ പ്രവർത്തികളെല്ലാം സിനിമ സ്റ്റൈലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ വിഷമം എന്താണ്? എന്നെ എല്ലാവരും ഒരു സിനിമാ നടൻ എന്ന് വിളിക്കുന്നു, സിനിമാ നടന്റെ പാർട്ടിയാണ് ഇതെന്ന് പറയുന്നത്. ഞാനൊരു മുഖ്യമന്ത്രിയായിട്ട് ആർക്കും അങ്ങോട്ട് അംഗീകരിക്കാൻ പറ്റുന്നില്ല എന്നാണ് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു കാര്യം. എംജിആർ മുഖ്യമന്ത്രിയായ സമയത്തും കരുണാനിധി അന്ന് പിന്നെ എതിരാളിയെ മാറിക്കഴിഞ്ഞല്ലോ, ഇതുപോലെ ചില പദപ്രയോഗങ്ങൾ അന്ന് മലയാളത്താനെന്നൊക്കെ പറയുമായിരുന്നു. എംജിആർ മലയാളിയാണെന്നുള്ളത്. അതുപോലെ ഒരുപാട് വാക്കുകൾ ഒരു പക്വതയില്ലാത്ത ആളാണെന്നോ അല്ലെങ്കിൽ സിനിമയിലെ കഥാപാത്രത്തെ പോലെ അനുകരിച്ച് നടക്കുന്ന ആളാണെന്നൊക്കെ പറഞ്ഞ് വിമർശിച്ചിരുന്നുവെങ്കിൽ എംജിആർ താനൊരു നല്ല ഭരണാധികാരിയാണെന്ന് തെളിയിച്ചു. തമിഴ്നാട് സ്കൂളിലെ കുട്ടികൾക്ക്, പാവപ്പെട്ട കുട്ടികൾക്ക് ഉച്ചഭക്ഷണം ഏർപ്പെടുത്തിയത് തൊട്ട് ഒരുപാട് നല്ല കാര്യങ്ങൾ എംജിആർ മുഖ്യമന്ത്രി എന്നുള്ളതിൽ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പേര് ഒരുപാട് ആരോപണങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പോലും നല്ല ഭരണാധികാരി തന്നെയാണ് താനെന്ന് അദ്ദേഹം തെളിയിച്ചു. കാരണം അദ്ദേഹം വളരെ താഴെത്തട്ടിൽ നിന്ന് വന്ന ഒരാളാണ്, കഷ്ടപ്പെട്ട് വളർന്നു വന്ന ഒരാളാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് ഈ കഷ്ടപ്പെടുന്നതിൻ്റെ ബുദ്ധിമുട്ട് നന്നായിട്ട് അറിയാമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അതാണ് അദ്ദേഹത്തിന് ഏഴ് തോഴൻ, ഏഴ് പങ്കാളെന്നൊക്കെ വിളിക്കുന്ന കാര്യം. അത് ഒരുപാട് കാര്യങ്ങൾ സാധാരണക്കാർക്ക് വേണ്ടി ചെയ്യുകയും അവ കൃത്യമായി നടപ്പിലാക്കുമെന്ന് ഉറപ്പുവരുത്തുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു സിനിമാ നടൻ മാത്രമല്ല, താൻ നല്ല ഭരണാധികാരി കൂടിയാണെന്ന് തെളിയിക്കാൻ എംജിആറിന് കഴിഞ്ഞിരുന്നു. പക്ഷേ ഇപ്പുറത്ത് വിജയിന് അതിന് കഴിയണം. ദ്വിഭാഷാ നയത്തിൽ ഉറച്ചു നിൽക്കുന്നു എന്നാണ് അത് പറഞ്ഞു. അത് തമിഴ്നാട് ഭരിക്കാൻ പോകുന്ന ആർക്കും അതിന് മാറാൻ പറ്റില്ല. ഇപ്പം ഞാൻ ദക്ഷിണ ഭാരത ഹിന്ദി പ്രചാര സഭയുടെ ഭരണസമിതിയിൽ അംഗമായിരുന്നു. അതിൻ്റെ ആസ്ഥാനം ചെന്നൈയാണ്. ഗാന്ധിജിയാണ് സ്ഥാപിച്ചത്. അവരാണ്. പക്ഷേ ഈ സ്ഥാപനമാണ് ഹിന്ദി പ്രചരിപ്പിക്കാൻ വേണ്ടി 4 സംസ്ഥാനങ്ങളിൽ. പക്ഷെ ഞാൻ പണ്ട് ആലോചിച്ചിട്ടുണ്ടോ, പണ്ട് അവിടെ സമരം നടന്ന കാലത്ത് ഈ കെട്ടിടം അങ്ങനെ ആക്രമിക്കാൻ വന്നിട്ടുണ്ടോ എന്ന് അറിഞ്ഞൂടെ? എനിക്ക് തോന്നുന്നു ഈ തമിഴ്നാട്ടിൽ ഏറ്റവും ദേഷ്യം ഹിന്ദിയോടാണ്. ഹിന്ദി മാത്രമല്ല അവർ പറയുന്നത് ഈ നോർത്ത് ഇന്ത്യക്കാരെല്ലാം നമ്മൾ അടിച്ചേൽപ്പിക്കുന്നു എന്നുള്ളതാണ് അവരുടെ ഒരു പരാതി. നമ്മുടെ തെക്കേ ഇന്ത്യക്കാർ ദ്രാവിഡ സംസ്കാരം എന്ന് പറഞ്ഞത് വളരെ അതാണ്. ദ്രാവിഡ സംസ്കാരത്തിന്മേൽ അവർ ആധിപത്യം സ്ഥാപിക്കാനുള്ള ഒരു ആര്യന്മാരുടെ ഒരു നീക്കമായിട്ടാണ് അവർ പലതിനും. അത് ഹിന്ദിയും അങ്ങനെയാണ് അവർ ചിന്തിക്കാറുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഹിന്ദി നമ്മളവർ അടിച്ചേൽപ്പിക്കുന്നത്. പണ്ട് കരുണാനിധി ട്രെയിനിൻ്റെ മുമ്പ് കയറുന്ന ഇതില്ലേ ഹിന്ദി വിരുദ്ധ സമരം നടന്നപ്പോൾ ട്രെയിൻ തടഞ്ഞതാണ്. അപ്പോൾ അങ്ങനെ അത്രയും ഒരു ശക്തമായ പ്രക്ഷോഭം നടത്തിയ അണ്ണാദുരൈ അവരൊക്കെ തന്നെ ഈ ഹിന്ദി വിരുദ്ധം എന്ന് പറയുമ്പോൾ അത് നോർത്ത് ഇന്ത്യൻ വിരുദ്ധം എന്നുള്ള രീതിയിൽ തന്നെയാണ് വന്നത്. ഇപ്പോഴും അവർ തമിഴ് സംസ്കാരത്തിൽ ഭയങ്കര വിശ്വാസമുള്ളവരാണ്. 2 തമിഴന്മാർ ലോകത്ത് ഏത് രാജ്യത്ത് കണ്ടാൽ തമിഴിൽ സംസാരിക്കും. നമ്മളാണെങ്കിൽ ഇംഗ്ലീഷ് സംസാരിക്കും, മലയാളി. തമിഴിനെ പോലെ അവരുടെ ഭാഷാ സ്നേഹം, അവരുടെ കൾച്ചറിനോടുള്ള സ്നേഹം ഭയങ്കരമാണ്. തമിഴ്നാട്ടിലെ ഈ വിജയെ ചുറ്റിപ്പറ്റി ഒരുപാട് ഫേക്ക് ന്യൂസുകളും വരുന്നുണ്ട് അല്ലേ? ഒരുപാട് ഫേക്ക് ന്യൂസുകൾ വരുന്നുണ്ട്. ഈ നമ്മുടെ ഈ ജയിലിലെ ഭക്ഷണം കുട്ടികൾക്കും കുട്ടികളുടെ ഭക്ഷണം ജയിലിലും കൊടുക്കാൻ തീരുമാനം, അതൊക്കെ വെറുതെ തട്ടിപ്പ് വാർത്ത വരാൻ സാധ്യത. അങ്ങനെ ഒരു ന്യൂസ് ഇങ്ങനെ എവിടെയോ കണ്ടു. അതിന്റെ കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ സഹധർമ്മിണിയും തമ്മിലുള്ള ഈ വിവാഹമോചന കേസുമായി ബന്ധപ്പെട്ട് അവർ വീണ്ടും ഒന്നിക്കാൻ പോകുന്നു, അങ്ങനെയൊക്കെ ഒരുപാട് വാർത്തകൾ വരുന്നുണ്ട്. പക്ഷേ ഇതൊന്നും ഇതിന്റെ ആധികാരികത നമുക്കറിയില്ല. ഒരുപാട് വിഷയങ്ങൾ വരുന്നുണ്ട്. പക്ഷേ അദ്ദേഹം സിനിമാ ശൈലിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അത് എത്രത്തോളം മുന്നോട്ട് പോകാൻ പറ്റും? ഒരിക്കലും രാഷ്ട്രീയവും സിനിമയും രണ്ടും രണ്ടാണ്. നമുക്കിപ്പോൾ സിനിമയിൽ നമുക്ക് രാഷ്ട്രീയം കാണിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? മുഖ്യമന്ത്രിക്ക് ഇറങ്ങി മുണ്ട് മടക്കി കുത്തി 4 പേരെ തൊഴിക്കാം, 10 പേരെ അടിച്ചിടാം. പക്ഷേ ഈ പരിപാടി ഇവിടെ നടക്കും. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ചില പ്രകടനങ്ങൾ കാണുമ്പോൾ തന്നെ പരിഹാസ്യ കഥാപാത്രമായിട്ട് മാറുന്നുമുണ്ട്. ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റും. ചില സന്ദർഭങ്ങളിൽ അങ്ങനെ സംഭവിക്കുന്നുണ്ട്. കാരണം ഈ കോട്ട സൂട്ടും ഒക്കെ ഇട്ട് വരുന്ന പരമ്പരാഗത ഖദർ വേഷമൊക്കെ വിറ്റ് അതൊക്കെ ശരിയാണോ? വസ്ത്രം ധരിക്കുക എന്നുള്ള ഒരാളുടെ അവകാശം. സാധാരണ തമിഴ്നാട്ടിലെ ഈ പിന്നെ DMK നേതാക്കന്മാർ അവരുടെ പാർട്ടിയുടെ കൊടിയുടെ ആ നിറമുള്ള കരയുള്ള മുണ്ടാണ് കൊടുക്കാറുള്ളത്. ഇപ്പോൾ സ്റ്റാലിൻ പാൻറ് ഇടുമായിരുന്നു. കരുണാനിധി എംജിആറൊക്കെ മുണ്ട് തന്നെയാണ് കൊടുക്കുമായിരുന്നു. ഏഴൈത്തോഴൻ എംജിആർ എന്നാണ് പറയുന്നത്. ഏഴൈത്തോഴൻ എന്നുള്ളതാണ് അവരുടെ യഥാർത്ഥത്തിലുള്ള മുദ്രാവാക്യം. അതായത് പാവങ്ങളുടെ പടത്തലവൻ എന്നുള്ളതാണ്. അപ്പോൾ ആ രീതിയിൽ നിൽക്കുന്ന ഒരാൾ ഒരിക്കലും പാവങ്ങളുടെ ആ ഒരു രീതിയിലേക്ക് ചേർന്ന് വരാത്തോട്ടുള്ള ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. എന്താണെങ്കിലും ശരി, വിജയ് ആരും അംഗീകരിക്കാൻ പോകുന്നില്ല. ആരും അങ്ങോട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അദ്ദേഹം ഒരു കടുത്ത അന്തർമുഖനായ ഒരാളാണെന്ന് തോന്നുന്നു. കടുത്ത അന്തർമുഖനാണ് അദ്ദേഹം സംസാരിക്കുന്നില്ല. അപ്പോൾ അത് രാഷ്ട്രീയത്തിൽ പലപ്പോഴും പ്രശ്നം സൃഷ്ടിക്കും. ഒരു രാഷ്ട്രീയക്കാരനാകുമ്പോൾ നമ്മൾ അന്തർമുഖനായ രാഷ്ട്രീയക്കാരനാൻ കഴിയും. നമ്മളെല്ലാവരുമായിട്ട് വളരെ ഇടപഴകുന്ന, വളരെ ഫ്രീ ആയിട്ടുള്ള, എപ്പോഴും വളരെ പ്ലസന്റ് ആയിട്ടുള്ള ഒരാളിന് മാത്രമേ ഇതേ ഒരു ഗ്ലൂമി ലുക്കാണ്. പലരും പറഞ്ഞു അദ്ദേഹം സിനിമയിൽ ഭയങ്കര രസീനായിട്ട് അഭിനയിക്കും, ഏത് വേഷവും ചെയ്യും, എങ്ങനെയൊക്കെ വേണമെങ്കിലും അഭിനയിക്കും. പക്ഷെ പുള്ളി ഇതിൽ മാത്രം സ്വന്തം ജീവിതത്തിൽ പുള്ളി അന്തർമുഖനായി പോയി ആണ്. എന്താണെങ്കിലും ശരി, വിജയ് എന്ന് പറയുന്ന ആളിനെ ഒരു നടൻ, മുഖ്യമന്ത്രിയായ ഒരു നടൻ എന്ന രീതിയിൽ മാത്രം കാണുന്നു എന്നുള്ള വളരെ വികാരാധീനമായ ഒരു പ്രസംഗം അദ്ദേഹം കാഴ്ചവെച്ചു. എങ്കിലും അദ്ദേഹത്തിന്റെ നയങ്ങളല്ല അദ്ദേഹം ഊന്നി പറയുകയും ചെയ്തിട്ടുണ്ട്. അല്ല, അത് നല്ലതാണ്. നയങ്ങളിലാണ് ഒരു സർക്കാരിൻ്റെ പ്രവർത്തനവും അതിൻ്റെ വിജയമൊക്കെ തന്നെ ഡിപ്പെൻഡ് ചെയ്തത്.
അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ നയങ്ങളിൽ ഊന്നി തന്നെ മുന്നോട്ട് പോകും. നല്ല ഭരണം കാഴ്ചവെക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹം അന്തർമുഖനാണോ അല്ലാത്ത ആളാണോ എന്നുള്ളതൊന്നും ഒരു ഭരണാധികാരിക്ക് ബാധകമല്ല എങ്കിൽ പോലും അദ്ദേഹം അത് ഭംഗിയായിട്ട് കൊണ്ടുപോകുന്നുള്ള ഒരു ആത്മവിശ്വാസമായിരിക്കും. പക്ഷേ അദ്ദേഹം ഇനി പ്രസംഗിച്ചപ്പോൾ അദ്ദേഹം വളരെ വികാരാധീനമായിട്ട് പ്രസംഗിച്ചെന്നുള്ളതാണ് നമ്മളെ ഏറെ അമ്പരപ്പിക്കുന്നത്.